ഹെൻസ് ത്രൂപുട്ട് മീൻസ് അപ്പോൾ ത്രൂപുട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ത്രൂപുട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ മൈനസ് റോ മെറ്റീരിയൽ കോസ്റ്റ്. അതായത് സെയിൽസിൽ നിന്നും ട്രൂലി അല്ലെങ്കിൽ ടോട്ടലി വേരിയബിൾ കോസ്റ്റ്, ഇവിടെ ഒറിജിനൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ്, റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ്, അതായത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് കോമ്പണൻസ് പർച്ചേസ്ഡ്. അപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ പറയുക സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. പക്ഷേ ആ വേരിയബിൾ കോസ്റ്റിൽ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസസും വേരിയബിൾ ഓവർ ഹെഡ്സും ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇവിടെ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനിൽ അല്ലെങ്കിൽ ത്രൂപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ നിന്നും റോ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഐറ്റമാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. സോ എവറി ബിസിനസ് ഓർഗനൈസേഷൻ മസ്റ്റ് ട്രൈസ് ടു ഇംപ്രൂവ് ദ ത്രൂപുട്ട്. നമ്മൾ കോൺട്രിബ്യൂഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറയുന്നത് പോലെ തന്നെ ഇവിടെ ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ബിസിനസ് സ്ഥാപനവും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ത്രൂപുട്ട് കാണാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ്, കോമ്പണൻസ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? 3 മെയിൻ കോമ്പണൻസ് ആണുള്ളത്: ത്രൂപുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. സോ ഈ ഓരോന്നും നമുക്ക് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ത്രൂപുട്ട് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ, അതായത് സെയിൽസിൽ നിന്നും റോ മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്ച്വൽ റിട്ടേൺ ആണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അത് ഈ സിമ്പിൾ കാണിക്കുന്നത് പോലെ തന്നെ ത്രൂപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കണം, അതായത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഏതൊരു ബിസിനസ് സ്ഥാപനവും ശ്രമിക്കേണ്ടത്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിങ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. അതെന്താണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്? മാക്സിമൈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ത്രൂപുട്ടാണ്. ഇനി നെക്സ്റ്റ് കോമ്പണൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് പ്രകാരം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് the money associated with inventory, machinery, building and other assets and liabilities. അതായത് എവിടേക്കാണോ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ മേഖലകളിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ആ മേഖലകളെ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇൻവെൻറ്ററി, അതായത് സ്റ്റോക്ക്, ഐഡിലായിട്ട് കിടക്കുന്ന സ്റ്റോക്ക്, സെയിൽസ് ചെയ്യാതെ നിൽക്കുന്ന ഐറ്റം സ്റ്റോക്ക്, അതേപോലെ തന്നെ മെഷീനറി, ബിൽഡിംഗ് ആൻഡ് അതർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇവിടെയെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ്, ആ കോസ്റ്റിനെയാണ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പിക്ചറിൽ കാണിച്ചതുപോലെ ഏതൊരു ബിസിനസ് സ്ഥാപനവും എന്താണ് ശ്രമിക്കേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ത്രൂപുട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ത്രൂപുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെ ശ്രമം. ഓക്കെ, ഇനി നെക്സ്റ്റ് തേർഡ് വൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരേ ഒരു എക്സ്പെൻസസിന് മാത്രമേ കാര്യമായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഏതാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. പക്ഷേ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ല ഒരു ബിസിനസ്സിൽ ഉണ്ടാവുക, പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? വേറെയും കുറേ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഈ വേറെ കുറേ എക്സ്പെൻസസുകൾ, ആ എക്സ്പെൻസസുകളെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓൾ ദ മണി ദ ഓർഗനൈസേഷൻ സ്പെൻഡ്സ് ടു ജനറേറ്റ് ദ ത്രൂപുട്ട്. ഈ ത്രൂപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടാകുന്നുവോ ആ എക്സ്പെൻസസിനെ എല്ലാം ആണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ വേജ്, സാലറി, ഡിപ്രീസിയേഷൻ, ഇൻട്രസ്റ്റ്, മെയിൻ്റനൻസ്, യൂട്ടിലിറ്റീസ്, ടാക്സ് എക്സെട്ര. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒറിജിനൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ, ഒരു ബിസിനസ്സിൻ്റെ റിട്ടേൺ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ത്രൂപുട്ടിൽ നിന്നും ഈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പോഴാണ് നമുക്കൊരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക. അതായത് നമ്മളിപ്പോൾ ത്രൂപുട്ട് കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ത്രൂപുട്ട് കണ്ടുപിടിച്ചത്? സെയിൽസിൽ നിന്നും റോ മെറ്റീരിയൽ കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് ത്രൂപുട്ട് കിട്ടി. ആ ത്രൂപുട്ടിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ എക്സ്പെൻസസുകളെയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നാണ് പറയുന്നത്. ആ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ അസംഷൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ കോൺസെപ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കോൺസെപ്റ്റ്, ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് ഫാക്ടറി കോസ്റ്റ് ആർ അസ്യൂംഡ് ടു ബി ഫിക്സഡ് കോസ്റ്റ്.
നമുക്കറിയാം ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ലേബറേഴ്സിൻ്റെ കോസ്റ്റ് ആയാലും ഡയറക്റ്റ് എക്സ്പെൻസസ് ആയാലും ഈ എക്സ്പെൻസസിനെയും ഈ കോസ്റ്റിനെയും എല്ലാം നമ്മൾ എന്ത് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റത്തെ കോൺസെപ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതാണ്. The next concept 2, inventory level must be kept minimum, that is ideal inventory level is 0. എന്താണ് ഇൻവെൻ്ററി ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐഡിയലായിട്ട് കിടക്കുന്ന സ്റ്റോക്ക്, അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് വിൽക്കാതെ പോകുന്ന ഒരു സിറ്റുവേഷനെയാണ്, അല്ലാതെ വിൽക്കാതെ നമ്മളുടെ ബിസിനസ്സിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന ആ ഐറ്റത്തിനെയാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. സോ ഏതൊരു ബിസിനസ് സ്ഥാപനവും ഈ ഇൻവെൻ്ററി ലെവൽ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഒറിജിനൽ ഐഡിയൽ ഇൻവെൻ്ററി ലെവൽ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അതാണ് സെക്കൻഡ് കോൺസെപ്റ്റ്. ആൻഡ് തേർഡ് കോൺസെപ്റ്റ് ഈസ് പ്രോഫിറ്റബിലിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഹൗ ക്വിക്ക്ലി ദ ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമേഴ്സ് ഓർഡേഴ്സ്. പ്രൊഡ്യൂസിങ് ഫോർ സ്റ്റോക്സ് ഡസ് നോട്ട് ക്രിയേറ്റ് പ്രോഫിറ്റ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എത്രയുണ്ടോ, കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് എത്ര വന്നിരിക്കുന്നു, ആ റിക്വസ്റ്റിനനുസരിച്ച് നമുക്ക് എത്ര പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, അതിൽ നിന്നാണ് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുന്നത്. അല്ലാതെ പ്രൊഡ്യൂസിങ് ഫോർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഐഡിയലായിട്ട് ഒരു ബിസിനസ്സിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോഫിറ്റും ഉണ്ടാകുന്നില്ല. പ്രൊഡ്യൂസിങ് ഫോർ സ്റ്റോക്ക്, അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ഇൻ ടൈം, JIT, അതായത് നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ, അതായത് നമ്മൾക്ക് റിക്വസ്റ്റ് വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അപ്പം തന്നെ നമ്മളുടെ ഡിമാൻഡിനനുസരിച്ച് അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അതൊക്കെ പുതിയ കോൺസെപ്റ്റുകളാണ്. അതായത് പണ്ടത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ കുറേ കാലം വെച്ചിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കുറേ സ്റ്റോക്കായിട്ട് വെച്ചുകൊണ്ട് നിന്നുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പുതിയ ബിസിനസ്, അതായത് കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് പ്രകാരം എന്താണ് ഉണ്ടാകുന്നത്? ഏതൊരു ബിസിനസ് സ്ഥാപനം കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ദിവസമാണെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് എന്താവും? ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനവും എന്താ ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കണം. എങ്ങനെ? നമ്മൾ ക്വിക്ക്ലി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ എടുത്തു വെക്കണം. സോ പ്രൊഡക്ഷൻ മസ്റ്റ് ബി ലിമിറ്റഡ് ടു ദ കപ്പാസിറ്റി ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ്. നമ്മൾക്ക് ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ബോട്ടിൽ നെക്ക് എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യണം. പക്ഷേ ഈ കപ്പാസിറ്റി ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയും വേണം. ഓക്കെ, അതാണ് തേർഡ് കോൺസെപ്റ്റ് പറയുന്നത്. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് വേരിയബിൾ കോസ്റ്റ്, ബാക്കിയുള്ള ഫാക്ടറി കോസ്റ്റ് എല്ലാം ഫിക്സഡ് കോസ്റ്റ് ആണ്. സെക്കൻഡ് കോൺസെപ്റ്റ് പ്രകാരം ഇൻവെൻ്ററി ലെവൽ എപ്പോഴും മാക്സിമം 0 ആയിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കണം. ദെൻ തേർഡ് കോൺസെപ്റ്റിൽ പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്രത്തോളം പെട്ടെന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതിനെ അനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അല്ലാതെ ഐഡിയലായിട്ട് സ്റ്റോക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ത്രൂപുട്ട് അക്കൗണ്ടിങ്. നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഒരു പുതിയൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പുതിയൊരു തീരുമാനം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴുള്ള ബിസിനസ്സിനെ നമ്മളൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ളൊരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു തീരുമാനമായിരിക്കാം. ഇതെല്ലാം ഡിസിഷൻ മേക്കിംഗ് ആണ്, മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ ഏതൊരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് വരുമ്പോഴും നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ള ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ മുന്നിലുണ്ടാകുന്നത്. ഒന്ന്, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ഡിസിഷൻ ഓൺ ദ കമ്പനീസ് ടോട്ടൽ ത്രൂപുട്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ, അത് ഔട്ട്സോഴ്സിങ് ആയാലും അല്ലെങ്കിൽ പുതിയൊരു ഓർഡർ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കാലും അല്ലെങ്കിൽ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായാലും ആ ഡിസിഷൻ എങ്ങനെയാണ് നമ്മളുടെ കമ്പനിയുടെ ത്രൂപുട്ടിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത്? ആ ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ത്രൂപുട്ട് അതേ ലെവലിൽ തന്നെ ആയിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ത്രൂപുട്ട് ഡിക്രീസ് ചെയ്യുമോ? എന്തായിരിക്കും നമ്മളുടെ ഇമ്പാക്റ്റ് വരുന്നത്? ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് എ ഡിസിഷൻ ഓൺ ദ കമ്പനീസ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നമ്മളുടെ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് വഴി നമുക്ക് അഡീഷണലായിട്ട് എത്ര ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നില്ലേ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയുകയാണോ ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്?
And third one, what is the impact of a decision on the company's total investment? എന്താണ് ഒരു കമ്പനിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെൻറ്ററി അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്, അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന, അതായത് ഈ ഒരു ത്രൂപുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മണിയെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ പുതിയൊരു ഡിസിഷൻ പ്രകാരം നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നു, ഇതെല്ലാമാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ അണ്ടറിൽ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ പുതിയൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? സോ ത്രൂപുട്ട് അക്കൗണ്ടിങ് ഈസ് എ റിലേറ്റീവ്ലി ന്യൂ ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് നൈദർ കോസ്റ്റ് അക്കൗണ്ടിങ് നോർ കോസ്റ്റിംഗ്. It is a management accounting technique used as a performance measure in the theory of constraints. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. അതിൽ കുറേ ടൂൾസ്, അതായത് റേഷ്യോ അനാലിസിസ് പഠിച്ചിട്ടുണ്ട്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, മാർജിനൽ കോസ്റ്റിംഗ്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പല ആംഗിളിൽ നമ്മൾ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെയുള്ള ഒരു പുതിയൊരു ടൂളാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്ട്രെയിൻസ് ബേസ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് മെഷർ നടത്തുന്ന ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. It is the business intelligence used for maximizing profit, however, unlike cost accounting that primarily focuses on cutting cost and reducing expenses to make a profit. ഇവിടെ നമ്മൾ മാക്സിമൈസ് പ്രോഫിറ്റ്, ആ മാക്സിമൈസേഷൻ എന്തിലൂടെയാണ് ചെയ്യുന്നത്? ബിസിനസ് ഇൻ്റലിജൻസിലൂടെ. എന്താണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റലിജൻസ്? തിയറി ഓഫ് കൺസ്ട്രെയിൻസ്, അതായത് നമ്മളുടെ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റി ഏതാണെന്നുള്ളത് അസർട്ടൈൻ ചെയ്യുക, ആ ബോട്ടിൽ നെക്ക് ആക്ടിവിറ്റിയെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതുവഴി നമുക്ക് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കോസ്റ്റ് കുറയ്ക്കുന്നത് വഴി അല്ലെങ്കിൽ എക്സ്പെൻസസ് കുറയ്ക്കുന്നത് വഴി, കട്ട് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ആംഗിളിലാണ്, അതായത് ബിസിനസ് ഇൻ്റലിജൻസ് വഴി മാക്സിമൈസ് പ്രോഫിറ്റ് എന്നുള്ളതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രൈമർലി ഫോക്കസസ് ഓൺ ജനറേറ്റിംഗ് മോർ ത്രൂപുട്ട്. കൂടുതൽ ത്രൂപുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു ബിസിനസ് ശ്രമിക്കുക. അതായത് റോ മെറ്റീരിയൽ കോസ്റ്റ് എന്തായാലും നമുക്ക് വരുന്ന കോസ്റ്റാണ്. ആ കോസ്റ്റ് കുറച്ചാൽ, സെയിൽസിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എത്ര ത്രൂപുട്ട് ഉണ്ടാവുമോ ആ ത്രൂപുട്ടിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. Conceptually, throughput accounting seeks to increase the speed or rate at which the throughput is generated by products and services with respect to an organization's constraints. ഓർഗനൈസേഷൻസിൻ്റെ തടസ്സങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ എത്രത്തോളം വേഗത്തിൽ സാധിക്കുന്നുവോ അതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെത്തഡോളജി ദാറ്റ് കൺസിഡേഴ്സ് കൺസ്ട്രെയിൻസ് ആസ് ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻസ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഒരേ ഒരു എന്താ പറയുക അക്കൗണ്ടിങ് മേഖലയാണ് അല്ലെങ്കിൽ മെത്തഡോളജിയാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. അതായത് കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തുകൊണ്ട്, കൺസ്ട്രെയിൻസ് ഒരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടൂളാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് എൻ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് ടൂൾ. ബിക്കോസ് ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ് എന്ന് പറയാൻ കാരണം ഇത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അല്ലാതെ നമ്മളിത് പബ്ലിഷ് ചെയ്യാനോ വേറെ ഷെയർ ഹോൾഡേഴ്സിനെ കാണിക്കാനോ ഒന്നും ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് ടൂളല്ല. സോ വാട്ട് ആർ ദ ക്രിറ്റിസിസം ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്? ഏതൊരു കോൺസെപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും അതിനൊരു ക്രിറ്റിസിസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന് നമുക്ക് പറയാനുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ഒന്നാമത്തെ ക്രിറ്റിസിസം, ചില ആളുകൾ പറയുന്നു ഇറ്റ് ഈസ് സെയിം ആസ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് പോലെ തന്നെയാണ്. ഇവിടെ ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ കണ്ടുപിടിക്കുന്നത്? പ്രോഡക്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റവന്യൂ ആൻഡ് ദ ഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ഡയറക്റ്റ് എക്സ്പെൻസസിൽ റോ മെറ്റീരിയൽസും ഡയറക്റ്റ് ലേബറും ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ലേബറിന് എടുക്കണില്ല, ഡയറക്റ്റ് റോ മെറ്റീരിയൽസിനെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് കോസ്റ്റിങ്ങിൽ ഈ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം ഫിക്സഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഡയറക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ള ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. സോ ഇറ്റ് ഈസ് സെയിം ആസ് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൺലി വാലിഡ് വെൻ ദർ ഈസ് എ ബോട്ടിൽ നെക്ക് ഇൻ ദ പ്രൊഡക്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് വാലിഡ് ആവുള്ളൂ. ബോട്ടിൽ നെക്ക് എന്തായാലും ഉണ്ടാകും. സപ്പോസ് ഒരു ബോട്ടിൽ നെക്കും ഇല്ല എന്ന് വിചാരിക്കുക, ഒരു കൺസ്ട്രെയിൻറ്റും നമ്മുടെ ബിസിനസ്സിന് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ത്രൂപുട്ടിനെ അല്ലെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല.
ദെൻ അനദർ ക്രിറ്റിസിസം ഈസ് ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ്. കുറച്ച് കാലത്തേക്ക് മാത്രമേ, നമുക്ക് ലോങ് പീരീഡിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ അതിനൊന്നും നമുക്ക് ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് വഴി സാധിക്കില്ല. ത്രൂപുട്ട് അക്കൗണ്ടിങ് ഒരു ഇൻറ്റേർണൽ ഡിസിഷൻ മേക്കിംഗ് ടൂളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം പീരീഡ്. ഓക്കെ, ദീസ് ആർ ദ ക്രിറ്റിസിസംസ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്.